മലയാള സിനിമയിലെ മിന്നും താരമാണ് ശ്വേത മേനോൻ. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ച ശേഷമാണ് ശ്വേത മലയാളത്തിലേക്ക് തിരികെ വരുന്നത്. അതിനിടെ മോഡലിംഗിന് സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ ശ്വേതയ്ക്ക് സാധിച്ചിരുന്നു. മലയാളത്തിലേക്കുള്ള ശ്വേതയുടെ തിരിച്ചുവരവ് സമാനതകളില്ലാത്തതായിരുന്നു. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം ശ്വേതയെ തേടിയെത്തി. ഇന്നത്തേതുപോലെ നായിക കേന്ദ്രീകൃത സിനിമകൾ സ്വീകരിക്കപ്പെടാതിരുന്ന കാലത്താണ് ശ്വേത മലയാള സിനിമയിലെ സൂപ്പർ നായികയായി മാറുന്നതും ഹിറ്റുകൾ സമ്മാനിക്കുന്നതും. അതിനിടെ ഇപ്പോഴിതാ മലയാള സിനിമയിൽ തന്റെ ചില നഷ്ട സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്വേത. കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ശ്വേത മനസ്സ് തുറന്നത്. മഞ്ജു വാര്യർ, ഭാവന, പൂർണിമ, ശ്വേത മേനോൻ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് എന്നിവരുടെയൊരു സൗഹൃദ സംഘമുണ്ടായിരുന്നു മലയാള സിനിമയിൽ. എന്നാൽ ഇന്ന് ശ്വേത ആ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമല്ല. അതിനു പിന്നിലെ കാരണം എന്തെന്ന് വെളിപ്പെടുത്തുകയാണ് ശ്വേത. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറി. എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നതുണ്ട്. ഞാൻ നേരെ പോ ആളാണ്. വാക്കുകൾ കടിച്ചൊടിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. എന്നോട് ആരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ ആരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ദഹിക്കാൻ. ഞാൻ ആരുടെയും ജീവിതത്തിൽ വന്ന് കള്ളം പറയാറില്ല. അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക. അങ്ങനെ എന്തോ സ്വരച്ചേർച്ചയില്ലായ്മ വന്നതാണെന്നാണ് ശ്വേത പറയുന്നത്. നമ്മൾ പതുക്കെ വലിയാൻ തുടങ്ങി. പുറത്തുനിന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഫൈറ്റോ യുദ്ധമോ നടന്നിട്ടില്ല. ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. അവർ എല്ലാവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ഗ്രൂപ്പിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരുടെയും ജീവിതമൊന്നും നിന്നു പോയിട്ടില്ലെന്നും ശ്വേത പറയുന്നു. ഞാൻ ഇന്നും വ്യക്തിപരമായി അവരെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. ടൈം ഈസ് ദ ബെസ്റ്റ് ഹീലർ എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴോ നടന്നതാണ്. ഇന്ന് എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. അവരെ ഓരോരുത്തരായി കാണുമ്പോൾ ഞാൻ വളരെ നന്നായി തന്നെയാണ് പെരുമാറാറുള്ളത്. താൻ ആ ടീമിൻ്റെ ഭാഗമല്ലെന്ന് മാത്രം എന്നും ശ്വേത വ്യക്തമാക്കുന്നു.